ഇന്നത്തെ ദിവസം വല്ലാത്തൊരു ദിനമായിരുന്നു. ഇത്രയും മണിക്കൂറുകൾ നമ്മൾ MDയുടെ വിടവാങ്ങലുമായി ബന്ധപ്പെട്ട് വിവിധ സംപ്രേഷണങ്ങൾ നടത്തുകയായിരുന്നു. മരണമില്ലാത്ത MD നിങ്ങൾക്കറിയാം, വരുന്ന തലമുറയ്ക്കും പുതിയ തലമുറയ്ക്കും ഇനി വരാനിരിക്കുന്ന എല്ലാവർക്കും വേണ്ടി, ഭൂമി മലയാളത്തിലുള്ള എല്ലാ ആളുകൾക്കും വേണ്ടി ഒരുപാട് എഴുതി വെച്ചിട്ടാണ് കാലത്തിൻ്റെ യവനികയ്ക്കുള്ളിലേക്ക് MD കടന്നു പോയിരിക്കുന്നത്. MD മരണമില്ലാത്ത ദ്വയാക്ഷരം. ഞാനെന്താ പറയാനാണ്, മലയാളത്തിൻ്റെ അല്ലെങ്കിൽ ഇന്ത്യയിൽ ഏറ്റവും അറിയപ്പെടുന്ന ഒരു സാഹിത്യകാരൻ. പൂർണ്ണ ആശീർവാദത്തോടെ എന്നെ അനുഗ്രഹിച്ച് സിനിമയ്ക്ക് പരിചയപ്പെടുത്തിയ എൻ്റെ ഗുരുനാഥൻ. MDയുടെ മാസ്റ്റർ പീസായ നാലുകെട്ടിനെ മറികടക്കുകയാണ് ചെയ്യുന്നത്. രണ്ടാം ഊഴം എഴുതിയിട്ട് സിനിമയിൽ ഞാൻ വെറും 0 ആയിരുന്നു. കുട്ടിയെഴുത്തി അഭിനയിച്ചതിന് ശേഷമാണ് കുട്ടിയെഴുത്തി വിലാസിനിയായത്. കഴിഞ്ഞ കുറേ പതിറ്റാണ്ടായിട്ട് അദ്ദേഹത്തിൻ്റെ വാത്സല്യം അനുഭവിക്കാൻ ഭാഗ്യം കിട്ടിയ ഒരാളാണ് ഞാൻ. ഇനിയൊരു MT ഉണ്ടാവില്ല, ഇനി ഇങ്ങനെ ഒരു എഴുത്തുകാരൻ ഉണ്ടാവുകയില്ല. ഈ നഷ്ടം എളുപ്പത്തിലൊന്നും നികത്താൻ കഴിയുന്നതല്ല. ഭാവി തലമുറ ഒരുപക്ഷെ അറിയണമെങ്കിൽ ചരിത്ര പുസ്തകങ്ങളെക്കാൾ ഒരുപക്ഷെ MTയുടെ സാഹിത്യം തന്നെ വായിക്കേണ്ടി വരുമെന്നാണ് ഞാൻ കരുതുന്നത്. തീർത്തും അനാഥനായതുപോലെ തോന്നുന്നു. ആർക്കും അതിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ പറ്റില്ല. ഇന്നല്ലെങ്കിൽ നാളെ അങ്ങനെ ഒരു മുഹൂർത്തത്തിൽ നിങ്ങൾ എത്തിപ്പെടും. അതിന് തയ്യാറായിരിക്കണം. മഹാമൗനം ബാക്കിയാക്കി MT എന്ന രണ്ടക്ഷരം ഓർമ്മയായി. തൊട്ട മേഖലകളിലെല്ലാം പൊന്നാക്കാൻ കഴിഞ്ഞ MD വാസുദേവൻ നായർക്ക് മലയാളം ഇന്ന് വിട നൽകി. കോഴിക്കോട് കൊട്ടാരം റോഡിലെ സിത്താര എന്ന വീട്ടിൽ ആയിരങ്ങളാണ് അന്ത്യാദരം അർപ്പിക്കാൻ ഇന്ന് എത്തിയത്. മാവൂർ റോഡ് ശ്മശാനത്തിലായിരുന്നു അന്ത്യകർമ്മങ്ങൾ നടന്നത്. ആൾക്കൂട്ടത്തിൽ തനിച്ചവരുടെ കഥ പറഞ്ഞ കഥാകാരൻ ഇനിയില്ല. ഇവിടെ ഈ സിത്താരയിൽ ഗൗരവത്തോടിരിക്കുന്ന MD കാഴ്ച മലയാളത്തിന് തീരാ നഷ്ടം. MD ഇല്ലാത്ത ലോകത്ത് നമ്മൾ ജീവിക്കാൻ ശീലിച്ചു തുടങ്ങുകയാണ് ഇന്നു മുതൽ. MT ഇല്ലാത്ത ലോകത്ത് ജീവിക്കാൻ ഇനി നമ്മൾ ശീലിക്കുകയാണ്. കോഴിക്കോട്ടെ സിത്താര എന്ന വീട്ടിലെ കസേരയിൽ ഗൗരവത്തോടെയിരിക്കുന്ന MT കാഴ്ച മലയാളത്തിന് നഷ്ടം. ഒരു കാലത്തെ മുഴുവൻ സർഗസമ്പന്നമാക്കിയ അതുല്യ ജീവിതം ഇനി ഓർമ്മ മാത്രം. MTയുടെ ആഗ്രഹപ്രകാരം പൊതുദർശനം ഒഴിവാക്കിയിരുന്നു. എന്നിട്ടും കൊട്ടാരം റോഡിൽ MTയെ കാണാൻ ആയിരങ്ങൾ കാത്തുനിന്നു. സമൂഹത്തിന്റെ എല്ലാ മേഖലയിലും ഉൾപ്പെട്ടവർ MT എന്ന ഇതിഹാസത്തെ അവസാനമായി കാണാനെത്തി. നേരിട്ടറിയുന്നവർക്കും അല്ലാത്തവർക്കും പറയാൻ MT അനുഭവങ്ങൾ നിരവധി. പറഞ്ഞു തീരാത്ത മഹാനദിയാണ് MT. സിനിമയിൽ ഞാൻ വെറും 0 ആയിരുന്നു. ഈ സിനിമ ചെയ്തതിന് ശേഷം
ഞാൻ കുട്ടിയെഴുത്തി വിലാസിനെ കേരളം മൊത്തം അറിയും. അവിടെ മാത്രമല്ല പുറത്തും അറിയും. വാസേട്ടൻ എനിക്ക് മറക്കാൻ കഴിയില്ല. ഔദ്യോഗിക ബഹുമതികളോടെയായിരുന്നു സംസ്കാര ചടങ്ങ്. വിലാപയാത്രയും വേണ്ടെന്നായിരുന്നു MTയുടെ ആഗ്രഹം. എന്നാൽ മാവൂർ സ്മൃതിപഥത്തിലേക്കുള്ള യാത്ര വിലാപയാത്രയ്ക്ക് തുല്യമായിരുന്നു. MD കാലത്തോട് പറഞ്ഞു തീരാത്ത നന്ദിയുണ്ട്. ഇത്രയും കാലം ഞങ്ങൾക്കൊപ്പം ജീവിച്ചതിന്, ഞങ്ങളുടെ ജീവിതം ധന്യമാക്കിയതിന്. വിട MT. മാവൂർ റോഡിലെ സ്മൃതിപഥം ശ്മശാനത്തിൽ നിന്നും ടീം 24. സമൂഹത്തിൻ്റെ സർവ്വ മേഖലകളിലും MD സ്പർശം ഉണ്ടായിരുന്നു എന്നതിൻ്റെ തെളിവാണ് സിത്താരയിൽ കോഴിക്കോട് MDയെ കാണാനെത്തിയ വലിയ ജനക്കൂട്ടം. എഴുത്തു ലോകത്ത് മാത്രമല്ല സിനിമയിലും ഇനി MD ശൂന്യത നിറയ്ക്കും. ഒപ്പമുണ്ടായിരുന്നപ്പോൾ ആരും കരുതിക്കാണില്ല നമ്മുടെ വൈകാരികതയിൽ അത്രമേൽ സ്വാധീനം MDക്കുണ്ടായിരുന്നുവെന്ന്. അടുത്തറിയുന്നവർക്കും ഇതുവരെ കണ്ടിട്ടില്ലാത്തവർക്കും പറയാൻ എത്രയെത്ര MD അനുഭവങ്ങളാണ്, ഓർമ്മകളാണ്. മങ്ങിമറയുന്നത് യുഗപ്പുലിമയെന്ന് മമ്മൂട്ടി പറഞ്ഞത് തീക്ഷ്ണമായി കേരളം അനുഭവിച്ച മണിക്കൂറുകളാണ്. ഗൗരവക്കാരനായ MDയുടെ സ്നേഹത്തെക്കുറിച്ചാണ് മോഹൻലാൽ പറഞ്ഞത്. ഒരുപാട് വർഷത്തെ ബന്ധവും എൻ്റെ സിനിമാ ജീവിതത്തിലെ ഏറ്റവും നല്ല കഥാപാത്രങ്ങൾ തന്നിരിക്കുന്ന ആളുമാണ്. ഞാൻ എന്താ പറയാനാണ്, മലയാളത്തിൻ്റെ അല്ലെങ്കിൽ ഇന്ത്യയിൽ ഏറ്റവും അറിയപ്പെടുന്ന ഒരു സാഹിത്യകാരൻ, ഒരു ചലച്ചിത്രകാരൻ. അദ്ദേഹത്തിൻ്റെ തൂലികയിലൂടെ സൃഷ്ടിച്ചെടുത്ത ഒരുപാട് നല്ല കഥാപാത്രങ്ങൾ അഭിനയിക്കാൻ സാധിച്ചവരാണ്. MDയുടെ കൈകോർത്ത് നടന്നവർക്ക് ഉൾക്കൊള്ളാനായിട്ടില്ല വിയോഗം. MD കൈപിടിച്ച് നടത്തിയവരും ഉള്ളുരുകി നിൽക്കുകയാണ്. ഗുരുതുല്യനായ MDയുടെ തെളിച്ചമുള്ള ഓർമ്മകൾ തരൂ ഒരിക്കൽ കൂടി എന്ന് വെറുതെ ആഗ്രഹിക്കുകയല്ലാതെ എന്തു ചെയ്യും? പൂർണ്ണ ആശീർവാദത്തോടെ എന്നെ അനുഗ്രഹിച്ച് സിനിമയ്ക്ക് പരിചയപ്പെടുത്തിയ എൻ്റെ ഗുരുനാഥൻ, തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ ആ ഒരു പൂർണ്ണ ആശീർവാദവും അനുഗ്രഹവും കൊണ്ടാണ് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാൻ കഴിയും. MDയെ അടുത്തറിഞ്ഞവരുടെ ഓർമ്മകളാണിത്. MDയുടെ മൗനമുദ്ര സ്വാധീനിച്ച എത്രയെത്ര ആയിരങ്ങൾ വേറെയും. 24 കോഴിക്കോട്. ഷാജി പൊയ്കൽ യൂട്യൂബിലൂടെ ഒരു ചോദ്യം ചോദിക്കുന്നു. SKN മമ്മൂട്ടി വന്നിരുന്നു MDയെ കാണാൻ എന്ന് ചോദിക്കുന്നു. പല പ്രേക്ഷകരും ഇന്ന് പകൽ സമയം മമ്മൂട്ടിയെ കാണാത്തതുകൊണ്ട് ചോദിക്കുന്നുണ്ടായിരുന്നു. എൻ്റെ അന്വേഷണത്തിൽ മനസ്സിലായത് കേരളത്തിൽ മമ്മൂട്ടി ഇല്ല, അദ്ദേഹം ഇത് യാത്രയിലാണ് എന്നാണ് നമുക്ക് കിട്ടിയ വിവരം. കൂടുതൽ വിവരങ്ങൾ നാളെ കൊണ്ട് കിട്ടും. കേരളത്തിലുണ്ടായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും അദ്ദേഹം MDക്ക് അടുത്ത് പോകുമായിരുന്നു. കാരണം അദ്ദേഹത്തിൻ്റെ കരിയർ ഗ്രാഫിൽ ഏറ്റവും നല്ല കഥാപാത്രങ്ങൾ നൽകിയത് MD ആയിരുന്നു. ഒരുപക്ഷെ ഒരു 100 കൊല്ലം കഴിഞ്ഞാലും മമ്മൂട്ടി ചെയ്തു വെച്ച കഥാപാത്രങ്ങൾ എന്ന പേരിൽ തിലകക്കുറിയോടെ തിളങ്ങാൻ പോകുന്നത് ഈ കഥാപാത്രങ്ങൾ തന്നെയായിരിക്കും. അതുകൊണ്ട് ഗുരുതുല്യനായ MD തൻ്റെ കരിയറിൻ്റെ തുടക്കകാലത്ത് MDയുടെ സ്നേഹവാത്സല്യങ്ങൾ ഒരുപാട് കിട്ടിയ ആളാണ് മമ്മൂട്ടി. മാത്രമല്ല വിൽക്കാൻ്റെ സ്വപ്നങ്ങൾ പോലെ ആസാദിൻ്റെ ചിത്രങ്ങളിലേക്ക് അദ്ദേഹത്തെ ശുപാർശ ചെയ്യുന്നതും ഈ മഞ്ചേരി അഭിഭാഷകനായി മമ്മൂട്ടി തുടരുന്ന കാലത്ത് MDയുടെ സഹായഹസ്തങ്ങൾ ഒരുപാടുണ്ടായിരുന്നു എന്നത് യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് വേറൊരു തെറ്റിദ്ധാരണയും വേണ്ട. ഈ നാട്ടിൽ കേരളത്തിൽ
ഈ മണ്ണിൽ മമ്മൂട്ടി ഇല്ലാതെ പോയതാണ് അദ്ദേഹം അവിടെ എത്താതിരിക്കാൻ കാരണം. എന്നാൽ വളരെ ഹൃദയസ്പർശിയായ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് അദ്ദേഹം ഇട്ടിരുന്നു. ഒരു യുഗപ്പൊലിമ അവസാനിക്കുന്നു എന്ന പേരിലായിരുന്നു അദ്ദേഹം ഈ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിരുന്നത്. വളരെ വികാര വായ്പോടെയാണ്, ഹൃദയത്തിൽ തറയ്ക്കുന്ന രീതിയിൽ തന്നെയാണ് മമ്മൂക്ക അതൊക്കെ കുറിച്ചു വെച്ചത്. അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ MD ഒരു വലിയ വടവൃക്ഷം പോലെ നിൽക്കുകയാണ് എന്ന് പ്രിയപ്പെട്ട എൻ്റെ പ്രേക്ഷകർ മനസ്സിലാക്കുക. ആത്മാംശമുള്ള കഥാപാത്രങ്ങളായിരുന്നു MDയുടെ ചെറുകഥകളെ എന്നും ജീവസുറ്റതാക്കിയത്. 1953 എഴുതിയ വളർത്തുമൃഗങ്ങൾ മുതൽ 1998 എഴുതിയ കാഴ്ച വരെ നീളുന്നു ആ കഥാപ്രപഞ്ചം. മലയാള സാഹിത്യത്തിലെ ഹൃദയപക്ഷത്തിന്റെ അക്ഷരമുദ്രയാണ് MT എന്ന രണ്ടക്ഷരം. കടുത്ത വൈകാരിക സംഘർഷം അനുഭവിക്കുന്ന മനുഷ്യരുടെ മാനസികാവസ്ഥകളെ കാവ്യാത്മകവും ഭാവഭദ്രവുമായ രീതിയിൽ അവതരിപ്പിക്കുന്നവയായിരുന്നു MTയുടെ കഥകൾ. തലമുറ ഭേദമില്ലാതെ വായനക്കാർ MT വാസുദേവൻ നായരുടെ കഥകൾ ഏറ്റെടുത്തത് അവ കാലദേശാതീതമായി വായനക്കാരുമായി സംവദിച്ചതിനാലാണ്. MT വാസുദേവൻ നായർ എന്ന ചെറുകഥാകൃത്ത് മലയാള വായനക്കാരുടെ പൊതുശ്രദ്ധയിലേക്കെത്തിയത് വളർത്തുമൃഗങ്ങൾ എന്ന ചെറുകഥ 1954 മാതൃഭൂമി ആഴ്ചപ്പതിപ്പിൽ പ്രസിദ്ധീകരിച്ചതോടെയാണ്. ലോക കഥാമത്സരത്തിന്റെ ഭാഗമായി മലയാളത്തിൽ മാതൃഭൂമി നടത്തിയ മത്സരത്തിൽ 1ാം സമ്മാനാർഹമായത് വളർത്തുമൃഗങ്ങളായിരുന്നു. തുടർന്ന് പുറത്തുവന്ന ഇരുട്ടിന്റെ ആത്മാവ്, കുട്ടിയിടത്തെ, ഓപ്പോൾ MTയുടെ കഥാപരിസരത്തെ മലയാളിക്ക് കൂടുതലായി പരിചയപ്പെടുത്തി. 1958 നാലുകെട്ട് എന്ന നോവൽ പുറത്തുവന്നതോടെ മലയാള സാഹിത്യലോകത്ത് MT തന്റെ സ്ഥാനം അരക്കിട്ടുറപ്പിച്ചു. ബന്ധനം, സ്വർഗം തുറക്കുന്ന സമയം, ദാറസ്സലാം, പെരുമഴയുടെ പിറ്റേന്ന് തുടങ്ങി എത്രയോ കഥകൾ. 1998 പുറത്തുവന്ന കാഴ്ചയാണ് MT ഒടുവിലെഴുതിയ കഥ. വാനപ്രസ്ഥം, ഷെർലക്, ചെറിയ ചെറിയ ഭൂകമ്പങ്ങൾ, ശിലാലിഖിതം, കൽപ്പാന്തം തുടങ്ങിയ കഥകളെല്ലാം പുറത്തുവന്നത് 90കളിൽ. സ്വന്തം നാടായ കൂടല്ലൂരിലെ ജീവിതാനുഭവങ്ങളെയും രീതികളെയും യാഥാർത്ഥ്യപ്രതീതിയുള്ള കഥാപാത്രങ്ങളിലൂടെ ജീവസുറ്റതാക്കാനുള്ള ശ്രമമാണ് പല ചെറുകഥകളിലും MT നടത്തിയത്. വള്ളുവനാടൻ ഭാഷയും സംസ്കാരവും MT കൃതികളിലൂടെയാണ് മലയാളി അറിഞ്ഞനുഭവിച്ചത്. എഴുത്തിൽ ആത്മസമർപ്പണത്തിന്റെ രീതിയായിരുന്നു MTയുടേത്. ഒരു ചെറുകഥ താൻ ഉദ്ദേശിച്ച നിലവാരത്തിലേക്ക് എത്തുന്നില്ലെങ്കിൽ ഉപേക്ഷിച്ചു കളയുമെന്ന് MT തന്നെ പറഞ്ഞിട്ടുണ്ട്. മുൻപെഴുതിയ കഥയേക്കാൾ മെച്ചപ്പെട്ടൊരു കഥ എഴുതാനായില്ലെങ്കിൽ എഴുതാതിരിക്കുകയാണ് നല്ലത് എന്നായിരുന്നു MTയുടെ മതം. റിസർച്ച് ഡെസ്ക് 24. നമ്മുടെ സ്ഥിരം പ്രേക്ഷകനായ RB പ്രശാന്ത് നായർ പറയുന്നു, ശ്രീണൻ നായർ അങ്ങ് ഈ സീന മുഹമ്മദിൻ്റെ മെസ്സേജ് മാത്രമേ വായിക്കൂ. എത്രയോ ആയിരങ്ങളുടെ മെസ്സേജ് ഞാൻ വായിക്കുന്നു. ഇന്ന് എനിക്ക് മെസ്സേജ് വായിക്കാൻ പറ്റില്ല, നിങ്ങൾക്കറിയാം. ഇന്ന് നമുക്ക് അത്തരം സന്ദേശങ്ങൾക്കൊന്നും പ്രസക്തിയില്ലായിരുന്നു. MD നമ്മളെ ഉപേക്ഷിച്ചു പോയി, അല്ലെങ്കിൽ MD തീജ്വാലകൾ വിഴുങ്ങിയതിന് ശേഷം നമുക്ക് എന്താ ബാക്കി സംസാരിക്കാനുള്ളത്? അതുകൊണ്ട് നമ്മളൊന്നും സംസാരിച്ചില്ല എന്ന് മാത്രമേ ഉള്ളൂ. AK അബ്ദുള്ള എന്നെ ഒരു കാര്യം ഓർമ്മപ്പെടുന്നു. വിൽക്കാനുണ്ട് സ്വപ്നങ്ങൾ എന്ന ആസാദ് ചിത്രത്തിലെ ഒരു ഡയലോഗ് പറയാം. 10,000 ഉള്ളവൻ പണക്കാരൻ, ലക്ഷമുള്ളവൻ ലക്ഷാധിപതി, കോടിയുള്ളവൻ കോടീശ്വരൻ. സുമാരൻ മമ്മൂട്ടിയോട് പറയുന്ന ഡയലോഗാണത്. ചരിത്രത്തിൽ സ്ഥാനത്ത് കയറിയ ഒരു ഡയലോഗാണ്. വിൽക്കാനുണ്ട് സ്വപ്നങ്ങൾ എന്ന ചിത്രത്തിലെയാണിത്. അത് ചെയ്ത സംവിധായകൻ ആസാദ് ഇന്ന് നമ്മോടൊപ്പം ഇല്ല. അദ്ദേഹം ഈ ചിത്രമിറങ്ങി കുറച്ചു കാലം കഴിയുമ്പോൾ അദ്ദേഹം അന്തരിച്ചു. എന്നാലും ഇത്രയും നല്ലൊരു ചിത്രം, പ്രത്യേകിച്ച് മമ്മൂട്ടിക്ക് ഒരു തുടക്കക്കാരൻ എന്ന നിലയിൽ ബ്രേക്കായി മാറിയ ഒരു ചിത്രത്തിൻ്റെ സംവിധായകനാകാൻ അദ്ദേഹത്തിന് ഭാഗ്യം കിട്ടിയെന്ന് വേണമെങ്കിൽ പറയാം. MDയിലേക്ക് തൻ്റെ ഭാഷയെയും അതിൻ്റെ സാഹിത്യത്തെയും അങ്ങേയറ്റം സ്നേഹിച്ച എഴുത്തുകാരനാണ് MD വാസുദേവൻ നായർ. ആ സ്നേഹം കൊണ്ടാണ് MD ഭാഷാപിതാവിൻ്റെ പേരിൽ തുഞ്ചൻ പറമ്പിനെ നട്ടുവളർത്തിയത്. തുഞ്ചൻ പറമ്പിലെ ഓരോ മണത്തരിയും MDയുടെ ഓർമ്മകൾ പറയും നമ്മോട്. മലയാള ഭാഷാപിതാവിന് അനുയോജ്യമായ സ്മാരകമുണ്ടാക്കിയതിന് പിന്നിൽ MT ആണ്. കാവും പറമ്പും മാത്രമായിരുന്ന ഇവിടം ഇന്ന് കാണുന്ന തുഞ്ചൻ പറമ്പാക്കിയതിന് പിന്നിൽ MT എന്ന സംഘാടകനാണ്. ഡിസംബർ 12 MT വാസുദേവൻ നായർ തുഞ്ചൻ പറമ്പിന്റെ ഭാഗമാകുന്നത്. പിന്നീട് കണ്ടത് MT തുഞ്ചൻ പറമ്പിനെയും തന്റെ വീട് പോലെ കാണുന്ന കാഴ്ചയായിരുന്നു. തുടർച്ചയായ നവീകരണത്തിലൂടെ ഭാഷാപിതാവിന് അർഹിക്കുന്ന സ്മാരകമാക്കി തുഞ്ചൻ പറമ്പിനെ MT മാറ്റി.
കെട്ടിടങ്ങൾ, സ്റ്റേജുകൾ, ലൈബ്രറി, മ്യൂസിയം, കോട്ടേജുകൾ എല്ലാം ഉയർന്നു. വിവിധ പദ്ധതികൾക്കായി മന്ത്രിമാരെ MT മാറി മാറി കണ്ടു. തനിക്ക് കിട്ടുന്ന പുരസ്കാരങ്ങളുടെ സമ്മാനത്തുകയും തുഞ്ചൻ പറമ്പിനായി MT മാറ്റിവെച്ചു. ആദ്യാക്ഷരം എഴുതാനെത്തുന്ന കുരുന്നുകളെ പരമാവധി MT തന്നെ എഴുത്തിനിരുത്തിയിരുന്നു. തുഞ്ചൻ പറമ്പിലെ ഓരോ ആഘോഷങ്ങളും കലയുടെയും സാഹിത്യത്തിന്റെയും സംഗമമാണ്. തുഞ്ചൻ പറമ്പിനായി എത്ര ചെയ്താലും മതി വരാത്ത MTക്ക് ചില ആഗ്രഹങ്ങൾ കൂടി ഉണ്ടായിരുന്നു. മ്യൂസിയവും ലൈബ്രറിയും ഡിജിറ്റലാക്കണമെന്ന് MT പറയുമായിരുന്നു. ഭാഷ ഉണ്ടായതു മുതൽ ഇതുവരെയുള്ള മാറ്റങ്ങളും മുഴുവൻ സാഹിത്യകാരന്മാരുടെ വിവരങ്ങളും ഡിജിറ്റലാക്കണം എന്നായിരുന്നു MTയുടെ ആഗ്രഹം. തുഞ്ചൻ പറമ്പിൽ ഒരു വായനാമുറിയും ഉണ്ടാക്കണമെന്നത് MTയുടെ ആഗ്രഹമായിരുന്നു. ആളുകൾ തുഞ്ചൻ പറമ്പിലേക്ക് വരുന്നത് കാഴ്ചകൾ കാണാൻ വേണ്ടി മാത്രമല്ല, MTയോടുള്ള സ്നേഹവും ആദരവും പ്രകടിപ്പിക്കാൻ കൂടിയാണ്. MT തുഞ്ചൻ പറമ്പിൽ വന്നാൽ ഈ കോട്ടേജിലാണ് താമസിച്ചിരുന്നത്. ഇനി ഇവിടം അനാഥമാണ്. ക്യാമറാമാൻ അബിദ് കല്ലായിക്കൊപ്പം സമീർ ബിൻ കരീം, 24 തിരൂർ. MT നമ്മളെ വിട്ടുപോയെങ്കിലും കാലത്തിൻ്റെ വെല്ലുവിളികളെ അതിജീവിച്ച അദ്ദേഹത്തിൻ്റെ കൃതികൾ നമ്മോടൊപ്പം തന്നെ ഉണ്ടാകും. വരും തലമുറയ്ക്ക് വേണ്ടി അദ്ദേഹം കാത്തുവെച്ച സമ്പാദ്യമാണത്. നമുക്കിനി ഒരു ഇടവേള പോകണം. ഇടവേള കഴിഞ്ഞ് വരുമ്പോൾ ഈ മണിക്കൂർ വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകളിലേക്ക് നമുക്ക് കടക്കാനുണ്ട്. ബ്രേക്കാണ് ആദ്യം, അത് കഴിഞ്ഞ് ഹെഡ്ലൈൻസ്. ആരിഫ് എം ചോദിക്കുന്നു, MT വാസുദേവൻ നായർ ഏതെല്ലാം സ്ഥലങ്ങളിൽ താമസമുണ്ടായിരുന്നു? അദ്ദേഹം ഒരുപാട് സ്ഥലങ്ങളൊന്നും അങ്ങനെ താമസിക്കാൻ പോയിട്ടില്ല. അദ്ദേഹത്തിൻ്റെ ആദ്യകാലം പാലക്കാട് ജില്ലയിലെ കൂടല്ലൂരിലായിരുന്നു. MTയുടെ ബാല്യകാലമൊക്കെ അവിടെയായിരുന്നു. അത് കഴിഞ്ഞ് അദ്ദേഹം കോഴിക്കോടേക്ക് വന്നു. കൂടുതൽ കാലവും കോഴിക്കോട് നഗരത്തിൻ്റെ വാത്സല്യം നുണഞ്ഞ് അദ്ദേഹം ജീവിക്കുകയായിരുന്നു. ഇനി ഈ മണിക്കൂർ വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകളിലേക്ക് ഹെഡ്ലൈൻസ്. You are watching 24 from News Headquarters, Kochi. മലയാളത്തിൻ്റെ അക്ഷരകുലപതി MT വാസുദേവൻ നായർ ഇനി ഓർമ്മ. മൃതദേഹം കോഴിക്കോട് മാവൂർ റോഡ് ശ്മശാനത്തിൽ സംസ്കരിച്ചു. അന്തിമോപചാരം അർപ്പിക്കാൻ കോഴിക്കോട്ടെ സിത്താര എന്ന അദ്ദേഹത്തിൻ്റെ വസതിയിലേക്ക് ആയിരങ്ങൾ ഒഴുകിയെത്തി. സംസ്കാരം ഔദ്യോഗിക ബഹുമതികളോടെ തലമുറകളെ പ്രചോദിപ്പിച്ച എഴുത്തുകാരെന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കേരളത്തിൽ ഇന്നും നാളെയും ദുഃഖാചരണം. MTയുടെ വിയോഗത്തിൽ ഉള്ളുലഞ്ഞ കേരളം. അന്തിമോപചാരം അർപ്പിച്ച് മുഖ്യമന്ത്രിയും മോഹൻലാലും ഉൾപ്പെടെ ആയിരങ്ങൾ. മനസ്സ് ശൂന്യമെന്ന കുറിപ്പുമായി ഫേസ്ബുക്കിൽ മമ്മൂട്ടി. എഴുത്തിൻ്റെ പെരുന്തച്ഛന് അന്ത്യാദരമേകി സാഹിത്യലോകം. എല്ലാ തലമുറകൾക്കും സ്വീകാര്യനായ എഴുത്തുകാരനെന്ന M. മുകുന്ദൻ. മലയാള സാഹിത്യത്തിന് വലിയ നഷ്ടമെന്ന MK സാനു. MT അനശ്വരനായി തുടരുമെന്ന് കമൽഹാസൻ. ബിഗ് ഇമ്പാക്ട്. ക്ഷേമ പെൻഷൻ തട്ടിപ്പിൽ കൂടുതൽ നടപടിയുമായി സംസ്ഥാന സർക്കാർ. റവന്യൂ വകുപ്പിലെ 34 ജീവനക്കാരെയും സർവേ വകുപ്പിലെ 4 ജീവനക്കാരെയും സസ്പെൻഡ് ചെയ്തു. അനർഹമായി കൈപ്പറ്റിയ പെൻഷൻ തുക പലിശ സഹിതം ഈടാക്കാനും നിർദ്ദേശം. തട്ടിപ്പിന്റെ ഞെട്ടിക്കുന്ന വിവരങ്ങൾ പുറം ലോകത്തെ അറിയിച്ചത് 24. ന്യൂ ഇയർ ആഘോഷത്തിന്റെ ഭാഗമായി കൊച്ചിയിൽ നടക്കാനിരിക്കുന്നത് 3 ലഹരി പാർട്ടികളെന്ന സൂചന. കൊച്ചിയിലേക്ക് ലഹരി എത്തുന്നത് ബംഗളൂരുവിലെ സംഘത്തിൽ നിന്ന്. രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചെങ്കിലും പ്രതികളെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. 24 അന്വേഷണ പരമ്പര തുടരുകയാണ്. ലഹരി കടത്തിന്റെ കാണാപ്പുറങ്ങൾ ഇന്ന് പ്രൈം ടൈമിൽ.
ഭാരത് ജോഡോ യാത്രയുടെ മാതൃകയിൽ വീണ്ടും പദയാത്രയ്ക്ക് ഒരുങ്ങി കോൺഗ്രസ്. റിപ്പബ്ലിക് ദിനത്തിൽ ഭരണഘടനാ സംരക്ഷണ യാത്ര തുടങ്ങാൻ തീരുമാനം. ഏപ്രിലിൽ AICC സമ്മേളനം ഗുജറാത്തിൽ നടത്തും. പ്രവർത്തക സമിതി യോഗത്തിൽ BJPയെയും കേന്ദ്ര സർക്കാരിനെയും കടന്നാക്രമിച്ച സോണിയാഗാന്ധി. രാജ്യം ഭരിക്കുന്നവർക്ക് കീഴിൽ മഹാത്മാഗാന്ധിയുടെ പൈതൃകം ഭീഷണിയിലെന്ന വിമർശനം. അരും കൊലകളിൽ നടുങ്ങി ഇന്ന് കേരളം. സംസ്ഥാനത്ത് 3 ഇടങ്ങളിലായി 4 പേർ ഇന്ന് കുത്തേറ്റ് മരിച്ചു. തൃശൂർ, കൊടകര, വട്ടേക്കാട് 2 പേരെ കുത്തിക്കൊലപ്പെടുത്തിയത് പൂർവ്വ വൈരാഗ്യത്തെ തുടർന്നെന്ന പോലീസ്. ആലുവ മണപ്പുറത്ത് കുത്തേറ്റ് മരിച്ചത് കോട്ടയം സ്വദേശിയായ ജോസ്മോൻ. അരുക്കുറ്റി വടുതലയിലെ യുവാവിന്റെ കൊലപാതകത്തിൽ ഭാര്യാപിതാവ് ഉൾപ്പെടെ 3 പേർ പിടിയിലായി. ഭക്തി നിർഭരമായ അന്തരീക്ഷത്തിൽ ശബരിമലയിൽ മണ്ഡലപൂജ ചടങ്ങുകൾ പൂർത്തിയായി. ഇന്ന് രാത്രി 10 മണിക്ക് ഹരിവരാസനം പാടി നടയടയ്ക്കുന്നതോടെ മണ്ഡലകാല തീർത്ഥാടനത്തിന് സമാപനമാകും. മകരവിളക്ക് ഉത്സവത്തിന് ഈ മാസം 30-ാം തീയതി നട വീണ്ടും തുറക്കും. ഇതൊക്കെയാണ് ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്തകൾ. ഇനി പ്രൈം ടൈം തുടരുകയാണ്. പ്രൈം ടൈം ബ്രേക്കിംഗ്. സമാന്തര ബസ് സർവീസുകൾ തടയാൻ പരിശോധന നടത്തിയതിന് KSRTCയിൽ നിന്ന് പണം ഈടാക്കി പോലീസ്. 2017 മുതൽ 19 വരെ പരിശോധന നടത്തിയതിന് 12 ലക്ഷത്തോളം രൂപയാണ് പോലീസ് ഈടാക്കിയത്. അരുൺരാജ് കൊല്ലത്തുനിന്ന് വിവരങ്ങളുമായി ചേരുന്നു. അരുൺരാജ്, പ്രൈം ടൈമിലേക്ക് സ്വാഗതം. എന്താണ് താങ്കളുടെ ബ്രേക്കിംഗ് ന്യൂസ്? KSRTC സാമ്പത്തിക ബാധ്യത കൊണ്ട് നട്ടം തിരിയുമ്പോഴാണ് KSRTCയോട് തങ്ങൾ 2017 മുതൽ 19 വരെ KSRTCയുടെ നിർദ്ദേശപ്രകാരം സമാന്തര സർവീസുകളെ നിയന്ത്രിക്കാൻ പോലീസ് നടത്തിയ പരിശോധനയ്ക്ക് 12 ലക്ഷത്തിലധികം രൂപ ഇപ്പോൾ പോലീസ് മേധാവി ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഈ തുക അടിയന്തരമായി നൽകണമെന്നായിരുന്നു പോലീസ് മേധാവി സംസ്ഥാന KSRTC ഡിപ്പാർട്ട്മെന്റ് നൽകിയ ഉത്തരവിൽ ആവശ്യപ്പെട്ടത്. പക്ഷേ ഇതിൽ KSRTCക്ക് ഈ പണം നൽകുവാൻ കഴിഞ്ഞില്ല. തുടർന്ന് KSRTC ചെയ്തത് ഈ പോലീസുകാർക്ക് സൗജന്യ യാത്ര അനുവദിച്ചതുമായി ബന്ധപ്പെട്ട് വിവിധ ഘട്ടങ്ങളിലായി നൽകാനിരുന്ന 12 ലക്ഷം രൂപ ഈ ഇനത്തിൽ തന്നെ കുറവ് ചെയ്യണമെന്നാവശ്യപ്പെട്ട് തിരിച്ച് KSRTC മറുപടി നൽകുകയായിരുന്നു. എന്തായാലും പോലീസ് ആവശ്യപ്പെട്ട തുക KSRTCക്ക് കിട്ടാനുള്ള തുകയുമായി ടാലി ചെയ്ത് അവസാനം ഒടുക്കേണ്ട അവസ്ഥ വരെ വന്നു. പോലീസ് നിലവിൽ ഇത്തരത്തിൽ തുക ആവശ്യപ്പെടുന്നത് ആദ്യമായിട്ടാണ് എന്നുള്ളതാണ് KSRTCയിലെ ഉദ്യോഗസ്ഥർ തന്നെ വ്യക്തമാക്കുന്നത്. കാരണം പരിശോധന ഉണ്ടാക്കേണ്ടത് സ്വാഭാവികമായ നടപടിയാണ്. KSRTCയുടെ വരുമാന വർധനവിന്റെ ഭാഗമായാണ് ഇത്തരത്തിൽ സമാന്തര ബസ് സർവീസ് നടത്തുന്ന വിവരം പോലീസിനെ അറിയിക്കുകയും ചെയ്തത്. അത് 2017 മുതൽ 19 വരെ ഇത്തരത്തിൽ സമാന്തര ബസ് സർവീസ് നടത്തിയ പരിശോധനയുമായി ബന്ധപ്പെട്ടാണ് ഇത്തരത്തിൽ പൊടുന്നതിനെ 12 ലക്ഷം രൂപ KSRTCയോട് ആവശ്യപ്പെട്ടത്. എന്തായാലും KSRTCയിലെ ഉദ്യോഗസ്ഥർ പറയുന്നത് KSRTCക്ക് നിലവിൽ സാമ്പത്തിക ബാധ്യത വളരെ കൂടുതലാണ്. പെൻഷൻകാരടക്കം ഇപ്പോഴും സമരത്തിലാണ്. നിലവിൽ യാതൊരു തരത്തിലുള്ള പണവും നൽകാൻ കഴിയാത്ത സാഹചര്യത്തിലാണ് തങ്ങൾക്ക് നൽകാനുള്ള പണത്തിൽ നിന്ന് ഒടുവിൽ കുറവ് ചെയ്യേണ്ട അവസ്ഥയിലേക്ക് ഇത് കൈമാറിയത്. നിലവിൽ KSRTCക്ക് 12 ലക്ഷം രൂപ ലഭിക്കേണ്ട പണം ഇത്തരത്തിൽ കുറവ് ചെയ്യേണ്ട അവസ്ഥ കൂടി KSRTCക്ക് കൈവന്നിരിക്കുകയാണ്. അരുൺരാജാണ് വിവരങ്ങൾ നൽകിയത്. അശോക് ചോദിക്കുന്നു, MDയുടെ മൂത്ത മകൾ വന്നില്ലേ, മരണവിവരം അറിഞ്ഞില്ലേ? തീർച്ചയായിട്ടും അറിഞ്ഞിട്ടുണ്ടാകും. അവർ അമേരിക്കയിലാണ്. കഴിഞ്ഞ ഒരാഴ്ചയ്ക്ക് മുമ്പ് സിത്താര എന്ന അദ്ദേഹത്തിൻ്റെ മൂത്ത മകൾ വന്നുപോയി എന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. അദ്ദേഹത്തിന് 2 മക്കളാണ്. മൂത്ത മകൾ സിത്താരയും ഇളയ മകൾ അശ്വതിയും. അതിൽ അശ്വതി കോഴിക്കോടുണ്ട്. മൂത്ത മകൾ സിത്താര അമേരിക്കയിലാണ് സ്ഥിരതാമസം. അവിടെ നിന്ന് അവർ എത്തിയിരുന്നു ഒരാഴ്ചയ്ക്ക് മുമ്പ്. MDയെ കണ്ടിട്ടൊക്കെയാണ് പോയതെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അനർഹമായി ക്ഷേമ പെൻഷൻ കൈപ്പറ്റിയ റവന്യൂ വകുപ്പിലെ 38 ജീവനക്കാർക്ക് സസ്പെൻഷൻ. സർക്കാരിനെ കബളിപ്പിച്ച് വാങ്ങിയെടുത്ത തുക 18% പലിശ സഹിതം തിരിച്ചടയ്ക്കാൻ നിർദ്ദേശം വന്നു കഴിഞ്ഞു. സമൂഹത്തിലെ അശരണരും നിരാലംബരുമായ ആളുകൾക്ക് കൈത്താങ്ങെന്ന നിലയിൽ സർക്കാർ നൽകുന്ന പെൻഷൻ അനർഹമായി കൈപ്പറ്റിയ 37 ജീവനക്കാർക്കെതിരെയാണ് റവന്യൂ വകുപ്പ് നടപടിയെടുത്തിരിക്കുന്നത്. 38 ജീവനക്കാരിൽ 34 പേർ റവന്യൂ വകുപ്പിലെ ജീവനക്കാരും മറ്റു 4 പേർ സർവേ ഭൂരേഖ വകുപ്പിലെ ജീവനക്കാരുമാണ്. റവന്യൂ വകുപ്പിൽ നിന്ന് സസ്പെൻഡ് ചെയ്യപ്പെട്ടവരിൽ UD ക്ലർക്ക് മുതൽ പാർട്ട് ടൈം സ്വീപ്പർ വരെയുള്ള ജീവനക്കാരുണ്ട്. ഡ്രാഫ്റ്റ്സ്മാനും സർവേയറും അടക്കമുള്ളവരാണ് സർവേ വകുപ്പിൽ നടപടി നേരിട്ടിരിക്കുന്നത്. അനർഹമായി പെൻഷൻ തുക തട്ടിയെടുത്ത ജീവനക്കാർക്കെതിരെ കർശന നടപടി സ്വീകരിക്കാൻ ധനവകുപ്പ് നിർദ്ദേശിച്ചിരുന്നു. ഇതനുസരിച്ചാണ് ഇപ്പോഴത്തെ നടപടി. അനധികൃതമായി കൈപ്പറ്റിയ പെൻഷൻ തുക 18% പലിശ സഹിതം തിരിച്ചുപിടിക്കാനും തീരുമാനിച്ചിട്ടുണ്ട്. നേരത്തെ കൃഷിവകുപ്പിന് കീഴിലുള്ള സോയിൽ സർവേ വിഭാഗവും ജീവനക്കാർക്കെതിരെ നടപടിയെടുത്തിരുന്നു. 24 തിരുവനന്തപുരം. മറ്റൊരു വാർത്തയിലേക്ക്.
സംഘടനാ തലത്തിൽ അടിമുടി മാറ്റത്തിനൊരുങ്ങുകയാണ് കോൺഗ്രസ്. ജനറൽ സെക്രട്ടറി പദവിയിലേക്ക് കൂടുതൽ നേതാക്കളെ പരിഗണിക്കും. തെരഞ്ഞെടുപ്പ് നടക്കുന്ന സംസ്ഥാനങ്ങൾ പിടിക്കാൻ പ്രത്യേക കർമ്മ പദ്ധതി തയ്യാറാക്കും. കർണാടക ബലഗാവിലെ പ്രവർത്തക സമിതി യോഗത്തിലാണ് നിർണായകമായ തീരുമാനമുണ്ടായത്. നിതിൻ അംബുജൻ വിശദാംശങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നു. നിതിൻ, പ്രൈം ടൈമിലേക്ക് താങ്കൾക്ക് സ്വാഗതം. കോൺഗ്രസ് ഒരു തിരിച്ചുവരവിന് പൂർണ്ണമായും ശ്രമിക്കുന്നു എന്നാണോ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്? SKN കോൺഗ്രസ് ഒരു തിരിച്ചുവരവിനും അതോടൊപ്പം തന്നെ അടിമുടി മാറ്റത്തിനും ഒരുങ്ങുകയാണ്. അതിന്റെ ഭാഗമായാണ് മഹാത്മാഗാന്ധി കോൺഗ്രസ് അധ്യക്ഷ പദം ഏറ്റെടുത്ത ബലഗാവിൽ 100 വർഷത്തിന് ശേഷം അതേ ബലഗാവിൽ ചേരുന്ന കോൺഗ്രസിന്റെ വിശാല പ്രവർത്തക സമിതിയിൽ ചില നിർണായക തീരുമാനങ്ങൾ സ്വീകരിക്കാൻ പോകുന്നത്. ഇന്ന് വിശാല സമിതി പ്രവർത്തക സമിതി യോഗം ചേർന്നു. നാളെയും കോൺഗ്രസിന്റെ ഈ സമിതി യോഗം തുടരും. അതിനുശേഷം നാളെ ഒരു മഹാറാലിയോടുകൂടിയാണ് യോഗം അവസാനിക്കുക. എന്തായാലും ഹിന്ദി ഹൃദയഭൂമിയിൽ കോൺഗ്രസിന് ഒരു തിരിച്ചുവരവ് തന്നെയാണ് പാർട്ടി ലക്ഷ്യം വെക്കുന്നത്. അതിന്റെ ഭാഗമായുള്ള തീരുമാനങ്ങൾ വരും ദിവസങ്ങളിൽ സ്വീകരിക്കാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത്. പ്രത്യേകിച്ചും ജനറൽ സെക്രട്ടറി പദവിയിലേക്ക് ഹിന്ദി ഹൃദയഭൂമിയിൽ നിന്നുള്ള കൂടുതൽ നേതാക്കളെ ഉൾപ്പെടുത്താനാണ് തീരുമാനം. അതിന്റെ നിർദ്ദേശങ്ങളടക്കം ഇന്ന് കോൺഗ്രസ് നേതാക്കൾ യോഗത്തിൽ തന്നെ ഒരു പൊതുവികാരമായി ഇന്ന് യോഗത്തിൽ മുന്നോട്ട് വെച്ചു. കാരണം ഹിന്ദി ഹൃദയഭൂമിയിൽ അടിമുടി കോൺഗ്രസിന് മാറ്റം വേണം. അതിന്റെ ഭാഗമായി കൂടുതൽ നേതാക്കളെ ഇതിൽ ജനറൽ സെക്രട്ടറി പദവിയിലേക്കും സംഘടനാ നേതൃത്വത്തിലേക്കും കൊണ്ടുവരണമെന്നൊരാവശ്യമാണ് നേതാക്കൾ മുന്നോട്ട് വെച്ചത്. അതോടൊപ്പം മഹാരാഷ്ട്രയിലെ തിരിച്ചടി, ഹരിയാനയിലെ അപ്രതീക്ഷിത തോൽവി, ഇതിനെല്ലാം പാഠം ഉൾക്കൊണ്ട് വരാനിരിക്കുന്ന ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പ്, അതോടൊപ്പം കേരളം ഉൾപ്പെടെയുള്ള മിക്ക സംസ്ഥാനങ്ങളിലും തെരഞ്ഞെടുപ്പ്, ഇതിലെല്ലാം സമഗ്രമായ ഒരു സംഘടനാ സംവിധാനത്തിലൂടെ തന്നെ തെരഞ്ഞെടുപ്പിനെ നേരിടാനുള്ള ഒരു കളം ഒരുങ്ങണമെന്നാണ് ഇപ്പോൾ കോൺഗ്രസ് തീരുമാനിച്ചിരിക്കുന്നത്. അതിന്റെ ഭാഗമായി തന്നെ കർണാടക മോഡൽ വാർ റൂം സജ്ജീകരിച്ചാകും കോൺഗ്രസ് ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുക. അത്തരം ചില തീരുമാനങ്ങളും യോഗത്തിൽ സ്വീകരിച്ചിട്ടുണ്ട്. അതോടൊപ്പം ഭരണഘടനാ സംരക്ഷണ പദയാത്ര സംഘടിപ്പിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഭാരത് ജോഡോ യാത്രാ മാതൃകയിൽ ഏതാണ്ട് 1 വർഷം നീളുന്ന ഒരു ഭരണഘടനാ സംരക്ഷണ പദയാത്രയ്ക്കാകും കോൺഗ്രസ് നീങ്ങുന്നത്. അത്തരം ചില നിർണായക തീരുമാനങ്ങളും ഇന്നത്തെ ബലഗാവിയിലെ വിശാല പ്രവർത്തക സമിതി യോഗത്തിൽ തീരുമാനിച്ചിട്ടുണ്ട്. എന്തായാലും ഒരു അടിമുടി മാറ്റത്തിനൊരുങ്ങി പാർട്ടിയുടെ തിരിച്ചുവരവ് തന്നെയാണ് ലക്ഷ്യം വെക്കുന്നത്. അതിന്റെ ആദ്യ ചുവടെന്ന നിലയിൽ ഡൽഹിയിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തിരിച്ചുവരവ് തന്നെയാണ് കോൺഗ്രസ് ലക്ഷ്യം വെക്കുന്നത്. അതിന്റെ ഭാഗമായി ഡൽഹിയിൽ തന്നെ മുതിർന്ന നേതാക്കൾക്ക് ചുമതല നൽകണം എന്നൊരാവശ്യമാണ് എന്തായാലും യോഗത്തിൽ നേതാക്കളടക്കം മുന്നോട്ട് വെച്ചിരിക്കുന്നത്. SKN. ഇപ്പോൾ ഡൽഹിയിൽ നിന്ന് അച്യുതൻ ഒരു അടിയന്തരമായ വാർത്ത അറിയിക്കുന്നു. മുൻ പ്രധാനമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗിനെ ഡൽഹി എയിംസിൽ പ്രവേശിപ്പിച്ചു. ആരോഗ്യനില വഷളായതിനെ തുടർന്ന് അത്യാഹിത വിഭാഗത്തിലാണ് അദ്ദേഹത്തെ പ്രവേശിപ്പിച്ചിരിക്കുന്നത്. കൂടുതൽ വിവരങ്ങൾ അറിവായി വരുന്നുള്ളൂ. അദ്ദേഹം ഏറ്റവും വേഗം സുഖം പ്രാപിച്ചു വരട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം. ഇനി 24 അന്വേഷണ പരമ്പര ലഹരിക്കടത്തിൻ്റെ കാണാപ്പുറങ്ങൾ. പുതുവത്സരാഘോഷത്തിന്റെ ഭാഗമായി കൊച്ചിയിൽ നടക്കാനിരിക്കുന്ന 3 ലഹരി പാർട്ടികളെന്ന സൂചന വന്നിരിക്കുന്നു. ലഹരി കേസിൽ നേരത്തെ പിടിയിലായവരുടെ നേതൃത്വത്തിലാണ് ബംഗളൂരിൽ നിന്ന് കൊച്ചിയിലേക്ക് ലഹരി എത്തിക്കുന്നത്. രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ അന്വേഷണം ആരംഭിച്ച പോലീസെങ്കിലും സ്ഥലമോ കടത്തപ്പെട്ട ലഹരിയോ പൂർണ്ണമായി പിടികൂടാൻ ഇതുവരെ പോലീസിന് കഴിഞ്ഞിട്ടില്ല. പുതുവർഷാഘോഷ തിമിർപ്പിലൊരുങ്ങുകയാണ് കൊച്ചി. കണ്ണുനട്ട് കാത്തിരിക്കുകയാണ് ലഹരി സംഘങ്ങൾ. ബംഗളൂരുവിൽ നിന്നടക്കം മാരക രാസലഹരി കൊച്ചിയിലേക്ക് എത്തിച്ചിട്ടുണ്ട്. ഈ വർഷത്തെ കൊച്ചിയുടെ പുതുവർഷം ലഹരിയിൽ മുങ്ങുമോ? കഴിഞ്ഞ കുറച്ചു നാളുകളായി കൊച്ചിയിലെ പുതുവത്സരാഘോഷങ്ങളെ ലക്ഷ്യമിട്ടു തന്നെയാണ് ലഹരി മാഫിയ മുന്നൊരുക്കങ്ങൾ നടത്തുന്നത്. ലഹരി പാർട്ടിക്ക് വേണ്ടി ആളെ കൂട്ടാൻ മയക്കുമരുന്നിന്റെ ഉപയോഗം സ്റ്റാറ്റസ് ആക്കിയാണ് കൊച്ചിയിലെ പ്രധാന കടത്തുകാരി എക്സൈസിനെയും പോലീസിനെയും വെല്ലുവിളിക്കുന്നത്. ബംഗളൂരുവിൽ നിന്ന് എത്തിച്ച ലഹരി മരുന്നുകൾ പുതുവർഷാഘോഷത്തിന് വേണ്ടി കരുതി വെച്ചിരിക്കുകയാണ് ലഹരി മാഫിയ. ചുരുങ്ങിയത് 3 ലഹരി പാർട്ടികളെങ്കിലും കൊച്ചിയിൽ നടക്കുമെന്ന് ലഹരിക്കടത്തുകാർ തന്നെ പറയുന്നു. ന്യൂ ഇയർ ഒക്കെ വരുവാണല്ലോ, അപ്പോൾ സാധാരണ കൊച്ചിയിൽ ഇങ്ങനെയുള്ള ലഹരി പാർട്ടികൾ നടക്കുമല്ലോ. ഈ പ്രാവശ്യം അങ്ങനെ നടക്കുന്നതായിട്ട് വല്ലതും അറിയാവും? ഇപ്പം തന്നെ തീർച്ചയായിട്ടും ഒരു 3-4 പാർട്ടികൾ തന്നെ ഇപ്പോൾ ആയിട്ടുണ്ടാകും എങ്ങനെ വന്നാലും. കാരണം അതിന് മാത്രം സാധനങ്ങൾ എത്തിയിട്ടുണ്ടെന്നാണ് ഒരു ഏകദേശം ഒരു ഐഡിയ വെച്ചിട്ട് മനസ്സിലാകുന്നത്. എന്തായാലും പാർട്ടി നടന്നിരിക്കും, ഉറപ്പാണ്. നേരത്തെ MDMA അടക്കം കടത്തിയതിന് പോലീസ് പിടികൂടിയ വനിതയുടെ നേതൃത്വത്തിലാണ് ലഹരി പാർട്ടി. എന്നാൽ എവിടെ വെച്ചാണ് പാർട്ടി നടക്കുന്നതെന്ന വിവരം അവസാന നിമിഷമാകും ലഭിക്കുക. അതിനാൽ പോലീസിനും എക്സൈസിനും ലഹരി പാർട്ടികളെക്കുറിച്ച് വിവരം ലഭിച്ചാലും മറ്റൊന്നും ചെയ്യാൻ സാധിക്കില്ല.
ബംഗളൂരുവിൽ നിന്ന് കൊച്ചിയിലേക്ക് കടത്തുന്ന ലഹരി മരുന്നുകൾക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്ന് റൂറൽ പോലീസ് മേധാവി വൈഭവ് സക്സേന. നമ്മുടെ അണ്ടർസ്റ്റാൻഡിംഗ് അനുസരിച്ച് ഈ മാനുഫാക്ചറിംഗ് എല്ലാം നോർത്ത് ഇന്ത്യയിലെ ഡൽഹി NCR ഏരിയയിൽ നടത്തുന്നുണ്ട്, അവിടെ ഇൻഡസ്ട്രിയൽ ഏരിയാസിൽ. പിന്നെ അവിടെ നിന്ന് ട്രാൻസ്പോർട്ടേഷൻ ട്രെയിൻ വരിനും റെയിൽവേ വരിനും ഉപയോഗം ചെയ്തിട്ട് കുറേ ആൾക്കാർ ഇവിടെ ബാംഗ്ലൂർ, ഗോവ, സൗത്ത് ഇന്ത്യ പിന്നെ കൊച്ചിയിലേക്ക് വരാറുണ്ട്. സോ കുറേ മലയാളികൾമാരെയും അവിടെ ബാംഗ്ലൂരിൽ കേന്ദ്രീകരിച്ച് അവിടെ നിന്ന് ഈ കുറേ ഫോറിൻ നാഷണൽസ് നൈജീരിയൻസിനും നേരിട്ട് ഡീലിംഗ് ചെയ്തിട്ട് ഇങ്ങോട്ടിലേക്ക് കേരളയിലേക്ക് ഈ മയക്കുമരുന്ന് സാധനങ്ങൾ കൊണ്ടുവരാറുണ്ട്. ഏറ്റവും വേഗത്തിൽ സുരക്ഷിതമായി ലഹരിക്കച്ചവടം നടത്താനുള്ള ഇടമായി കൊച്ചിയെ ലഹരി മാഫിയ മാറ്റിയിരിക്കുന്നു. കൊച്ചു കുട്ടികളെപ്പോലും ലഹരിക്കടത്തിനായി മാഫിയകൾ ഉപയോഗിക്കുന്നു. കരുതിയിരിക്കണം നാം ഓരോരുത്തരുമെന്നാണ് പോലീസിന്റെ മുന്നറിയിപ്പ്. കൊച്ചിക്ക് പുറമെ വർക്കല കേന്ദ്രീകരിച്ചും ലഹരി പാർട്ടി നടക്കുമെന്ന് കടത്തുകാരുടെ സംഘത്തിലുള്ളവർ തന്നെ പറയുന്നു. ബംഗളൂരുവിൽ നിന്ന് കൊച്ചിയിലേക്ക് കടത്തിയ ലഹരി വസ്തുക്കളുടെ കണക്ക് പോലും അന്വേഷണ സംഘത്തിന് ഉറപ്പിക്കാനായിട്ടില്ല. പുതുവർഷത്തിനി ദിവസങ്ങൾ മാത്രമാണ് അവശേഷിക്കുന്നത്. കൊച്ചിയിൽ 3-ലധികം ലഹരി പാർട്ടികൾ നടക്കുമെന്ന് കടത്തുകാർ തന്നെ ഉറപ്പിച്ചു പറയുന്നു. ബാംഗ്ലൂരിൽ നിന്ന് കൊച്ചിയിലേക്കെത്തിയ ലഹരി കണ്ടുപിടിക്കപ്പെട്ടില്ല എങ്കിൽ കുട്ടികളടക്കമാകും ലഹരിക്ക് ഇരയാക്കപ്പെടുക. വിഷ്ണു സുരേഷിനൊപ്പം എസ് ശ്യാംകുമാർ, 24 കൊച്ചി. ബംഗളൂരുവിലെ ലഹരി താവളങ്ങളിൽ ഈ അന്വേഷണ റിപ്പോർട്ട് കണ്ടെത്താൻ തയ്യാറാക്കാൻ പോയ എസ് ശ്യാംകുമാർ നമുക്കൊപ്പം തത്സമയം ചേരുകയാണ്. ശ്യാംകുമാർ, പ്രൈം ടൈമിലേക്ക് താങ്കൾക്ക് സ്വാഗതം. താങ്കളുടെ അന്വേഷണത്തിൽ മനസ്സിലായ ഒരു കാര്യം, എന്തു വന്നാലും ഈ ന്യൂ ഇയർ പാർട്ടി ആഘോഷങ്ങൾക്കിടയിൽ ഈ ലഹരി സംഘങ്ങൾ ഈ ആഘോഷങ്ങൾ സംഘടിപ്പിക്കും എന്ന് തന്നെയാണ്. നമ്മുടെ പോലീസിനെ ഈ വിവരം അറിയിക്കാൻ നമുക്ക് കഴിഞ്ഞോ? SK, നമ്മൾ ഈ വിവരം പോലീസിനെ അറിയിച്ചിട്ടുണ്ട്. വളരെ ഉത്തരവാദിത്വത്തോടുകൂടി തന്നെ പോലീസിനെ അറിയിച്ചിട്ടുണ്ട്. പോലീസും നമ്മൾ ഈ വാർത്തയിൽ പറഞ്ഞ വനിത ഉൾപ്പെടെയുള്ള ആളുകളുടെ പുറകെ തന്നെയുണ്ട്. പക്ഷേ അവർ എവിടെയാണ് ഈ ലഹരി കൊണ്ട് വച്ചിരിക്കുന്നത് എന്നുള്ളത് കണ്ടുപിടിക്കാൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് ഒരു ഭീതിജനകമായ സത്യം. കാരണം ആ ലഹരിയാണ് കൊച്ചിയിൽ നേരത്തെ ഒരു മുൻ കടത്തുകാരൻ പറഞ്ഞതുപോലെ തന്നെ 3-ലധികം ലഹരി പാർട്ടികൾ ഉറപ്പിച്ചു കഴിഞ്ഞു എന്ന് പറയുമ്പോൾ അവിടെ ഉപയോഗിക്കാനായി സൂക്ഷിച്ചിരിക്കുന്നത്. അത് കണ്ടുപിടിക്കപ്പെട്ടില്ല എങ്കിൽ അവിടെ ബുക്ക് ചെയ്ത് വരുന്നത് ഒരുപക്ഷേ നമ്മുടെ നാട്ടിൽ നാളെ ഭാവികളായ കുട്ടികളായിരിക്കും. അവരൊക്കെ ആ പാർട്ടിയിലെത്തിയ ലഹരി ഉപയോഗിച്ചു കഴിഞ്ഞാൽ പിന്നീട് അതിൻ്റെ ഒരു കണ്ണിയായി കഴിഞ്ഞാൽ ഒരിക്കലും മുറിച്ചു മാറ്റാൻ പറ്റാത്ത രീതിയിൽ അതിൻ്റെ ഭാഗമായി തീരുകയും ചെയ്യും, മറ്റു കുറ്റകൃത്യങ്ങളിലേക്ക് തിരിയും. അങ്ങനെ ഉണ്ടാകാതിരിക്കണമെങ്കിൽ അത് കണ്ടുപിടിക്കപ്പെടണം. പക്ഷേ എവിടെയാണ് ഈ ലഹരി കൊണ്ട് വെച്ചിരിക്കുന്നത് എന്നുള്ളത് പോലീസും എക്സൈസും ഉൾപ്പെടെ നിരന്തരം അന്വേഷണം നടത്തിയിട്ടും കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. കൊച്ചി നഗരം ഈ പുതുവർഷ രാവിൽ കൂടുതൽ ജാഗ്രത പുലർത്തണമെന്നൊരു മുന്നറിയിപ്പ് പോലീസ് നൽകുന്നുണ്ട്. റൂറൽ SP പറഞ്ഞത് തന്നെയാണ്, കൊച്ചിയിലേക്ക് നമ്മുടെ മലയാളികൾ തന്നെ കേരളത്തിലേക്ക് കൊച്ചിയിലേക്ക് മയക്കുമരുന്ന് കടത്തിൻ്റെ വാഹകരാകുന്നു എന്നുള്ളതാണ് അദ്ദേഹം വളരെ വ്യക്തമായി പറഞ്ഞത്. അതിനെതിരെ നടപടികൾ സ്വീകരിക്കുമ്പോഴും ലഹരി മാഫിയ പുതിയ മറുതന്ത്രങ്ങൾ പയറ്റുന്നു. പോലീസിനെയും എക്സൈസിനെയും ഒക്കെ കണ്ടുവെട്ടിച്ച കൊച്ചിയിലേക്ക് ചെറു സംഘങ്ങളായി ലഹരി എത്തുന്നു. അങ്ങനെ അത് വലിയ വിപത്തായി മാറുന്നു. പ്രത്യേകിച്ച് ഇനി ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ ഈ പുതുവർഷ രാവിലേക്ക്. കൊച്ചിയിലേക്ക് സംസ്ഥാനത്തിൻ്റെ പല ഭാഗത്തു നിന്നും ആളുകൾ ഒഴുകിയെത്തും. അവരിൽ ആർക്കൊക്കെ ഈ ലഹരി പാർട്ടിയിലേക്ക് പോകാൻ സാധിക്കും, അല്ലെങ്കിൽ ആരൊക്കെ ഉപയോഗിക്കുമെന്നുള്ളത് വലിയൊരു ചോദ്യചിഹ്നം തന്നെയാണ്. പ്രത്യേകിച്ച് നേരത്തെ ബാംഗ്ലൂർ പോലീസൊക്കെ പറഞ്ഞ പോലെ മലയാളികൾ ബാംഗ്ലൂരിൽ നിന്ന് കേരളത്തിലേക്ക് ലഹരി കൊണ്ടുവരുന്നു, ബാംഗ്ലൂരിലെത്തി ലഹരി ഉപയോഗിക്കുന്നു, ആ കച്ചവടക്കാരുടെ കൂട്ടത്തിൽ ചേരുന്നു. ഇത് വലിയ പ്രശ്നമാണെന്ന് തന്നെയാണ് പറയുന്നത്. നമ്മൾ കരുതിയിരിക്കുക എന്ന് പോലീസ് പറയുമ്പോൾ നമ്മുടെ കുട്ടികളെ നമ്മൾ കൂടുതൽ കരുതണമെന്നുള്ളൊരു മുന്നറിയിപ്പ് കൂടി പോലീസ് തരുന്നുണ്ട്. SK. ഓക്കെ ശ്യാംകുമാർ, ഒരു കാര്യം, ഈ ബംഗളൂരു നഗരത്തിലാകെ നമ്മൾ ഈ അന്വേഷണവുമായി അലഞ്ഞു നടന്നപ്പോൾ നമുക്ക് മനസ്സിലായ ഒരു കാര്യം, കേരളത്തിലെ കൊച്ചി പോലുള്ള പ്രധാന നഗരങ്ങളിലേക്ക് MDMA പോലുള്ള വൻ മയക്കുമരുന്ന് ഈ ലോബികൾ, ഈ മാഫിയ സംഘങ്ങൾ കടത്തുന്നു എന്നാണ്. അപ്പോൾ ഈ അന്വേഷണത്തിൽ എത്രമാത്രം വ്യാപകമാണ് ഈ ലഹരി കടത്ത് സംഘത്തിൻ്റെ കേരളത്തിലെ ഓപ്പറേഷൻസ്? SK, നമ്മൾ ആദ്യ വാർത്ത ഇതുമായി ബന്ധപ്പെട്ട് കൊടുത്തത് നൈജീരിയക്കാരനായ യൂസഫ് എന്നയാളെ കുറിച്ചാണ്. അയാളാണ് കേരളത്തിലേക്ക് മയക്കുമരുന്ന് കടത്തുന്ന സംഘത്തിൻ്റെ തലവൻ. ചെറിയ അളവിൽ പലരിലൂടെ 100 പേരുടെ കയ്യിൽ 1 ഗ്രാം വെച്ച് കൊടുത്തുവിട്ടാൽ 100 ഗ്രാം, അങ്ങനെ പല ആളുകളുടെ കയ്യിൽ കൊടുത്തുവിട്ട് ഇവിടെ ലഹരിയുടെ വൻതോതിൽ എത്തിക്കുന്ന യൂസഫിനെ പിടികൂടാൻ സാധിച്ചിട്ടില്ല. പക്ഷേ അവിടെ ചെല്ലുന്ന മലയാളി കുട്ടികൾ സുഖജീവിതത്തിനും കൂടുതൽ പണം കണ്ടെത്തുന്നതിനുമൊക്കെ SP തന്നെ പറഞ്ഞത് 300 ഇരട്ടി വരുമാനം കിട്ടുന്ന ഒരു മാർഗമാകുമ്പോൾ അതിലേക്ക് കുട്ടികൾ പോകുന്നു. അങ്ങനെ മലയാളികൾ ബാംഗ്ലൂരിൽ വലിയ പ്രശ്നം ഉണ്ടാക്കുന്നുവെന്ന് അവിടുത്തെ സിറ്റി പോലീസ് കമ്മീഷണർ ഉൾപ്പെടെയുള്ളവർ നമ്മളോട് പറഞ്ഞു. അതുപോലെ തന്നെ കേരളത്തിലേക്ക് ലഹരി എത്തുന്നതും ഇതേ മാർഗത്തിലൂടെ തന്നെയാണ്. അങ്ങനെ നൈജീരിയൻ മലയാളി ഒരു നെക്സസ്
കേരളത്തിലേക്ക് ലഹരി എത്തിക്കുന്നു. അതിപ്പോൾ ഈ ക്രിസ്മസിനായാലും ന്യൂ ഇയറിനായാലും ഒക്കെ പ്രധാനപ്പെട്ട ഏത് സമയത്തും കൊച്ചിയിലേക്ക് ലഹരിയുടെ ഒരു ഹബ്ബാക്കാനുള്ള ശ്രമം നടക്കുന്നു. പോലീസും എക്സൈസും ഓരോ ഭാഗത്തുനിന്ന് പിടിക്കുമ്പോഴും കൂടുതൽ ലഹരി കൊച്ചിയിലേക്ക് എത്തുന്നു എന്നുള്ളത് ഞെട്ടിക്കുന്ന വസ്തുതയാണ്. പ്രത്യേകിച്ച് പഠിക്കാനായി ബാംഗ്ലൂരിൽ പോകുന്ന കുട്ടികൾ പലപ്പോഴും വീട്ടുകാരറിയാതെ കൊച്ചിയിലേക്ക് ലഹരി കച്ചവടത്തിന് എത്തുന്നതിൻ്റെ കണക്കുകൾ പോലും ബാംഗ്ലൂർ പോലീസിൻ്റെ കൈവശമുണ്ട്. പക്ഷേ അവിടെ ലഹരി ഉപയോഗിക്കുന്നവരെ ഇരകളായി കാണുന്നത് കൊണ്ട് മാത്രമാണ് ഇവരൊന്നും അറസ്റ്റിലാകാത്തത്. കൂടുതൽ ജാഗ്രത നമ്മൾ പുലർത്തണമെന്ന് തന്നെയാണ് SKN നമ്മുടെ ഈ അന്വേഷണത്തിൽ വ്യക്തമായത്. കൊച്ചിയിലേക്ക് ലഹരി വലിയ തോതിൽ തന്നെ ഒഴുകുന്നുണ്ട്. SKN. ഓക്കെ, താങ്ക് യു. ശ്യാംകുമാറാണ് വിവരങ്ങൾ നൽകിയത്. അവർ വളരെ വ്യാപകമായി നടത്തിയ ഒരു അന്വേഷണത്തിൻ്റെ റിസൾട്ട് എന്ന് പറഞ്ഞാൽ വളരെ ഞെട്ടിക്കുന്നതാണ്. ബാംഗ്ലൂരിലേക്ക് പഠിക്കാൻ പോകുന്ന പല വിദ്യാർത്ഥികളും 4 ഇരട്ടിയും 5 ഇരട്ടിയും ഒക്കെ പണം ഉണ്ടാക്കുക, ലാഭം കൊയ്യുക എന്ന ഉദ്ദേശത്തോടുകൂടി ലഹരി മാഫിയ സംഘങ്ങളുടെ വലയിൽ അകപ്പെടുന്നു. മലയാളി വിദ്യാർത്ഥികളെ കൊണ്ടും മറ്റു ചിലരെ കൊണ്ടുമൊക്കെ അവിടുത്തെ പോലീസ് പൊറുതിമുട്ടിയിരിക്കുകയാണ്. ഇവർക്കായിട്ടൊരു ജയിൽ സ്വന്തമായിട്ട് തുറക്കണമെന്ന് പോലും ബാംഗ്ലൂരു സിറ്റി പോലീസ് കമ്മീഷണർ പറഞ്ഞതായി ഞങ്ങളുടെ പ്രതിനിധികൾ അറിയിക്കുന്നുണ്ട്. മാതാപിതാക്കൾ കരുതി ഇരിക്കുക. മറ്റുള്ള സ്ഥലങ്ങളിലേക്കൊക്കെ പോകുമ്പോൾ നിരന്തരമായ ശ്രദ്ധയും മുൻകരുതലും ഇവരുടെയൊക്കെ കാര്യത്തിൽ വേണം. കാരണം സർവതന്ത്ര സ്വതന്ത്രരായി കുട്ടികൾ ഈ ബംഗളൂരു പോലെയുള്ള മഹാനഗരത്തിൽ പെട്ടുപോകുമ്പോൾ ഇത്തരം വലയത്തിൽ പെടുകയും അവരിൽ നിന്ന് ചെറിയ നക്കാപ്പിച്ച പണമൊക്കെ കിട്ടി അവരവരുടെ ജീവിതം തന്നെ തുലച്ചു കളയുന്ന സാഹചര്യം. ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന ബംഗളൂരു മലയാളി സുഹൃത്തുക്കളിൽ ആരെങ്കിലും ഇതിൽ പെട്ടുപോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇന്ന് തന്നെ ഇത് അവസാനിപ്പിച്ച് കേരളത്തിലേക്ക് മടങ്ങിപ്പോരുക. കാരണം നിങ്ങളെ കാത്തിരിക്കുന്നവർ വീട്ടിൽ ഇഷ്ടംപോലെ ഉണ്ടാകും എന്നുള്ളതാണ് ഞാൻ പറയുന്നത്. കാരണം ഈ മാഫിയ സംഘങ്ങൾ എന്ത് നെറികേടും ചെയ്യാൻ തയ്യാറുള്ള അധമന്മാരാണ് എന്ന കാര്യം തിരിച്ചറിയുക. നമ്മുടെ ഒരു പ്രേക്ഷക എന്നോട് ചോദിച്ചൊരു ചോദ്യം, നമ്മൾ ഈ വയനാട് മെഡിക്കൽ കോളേജിൻ്റെ കാര്യം മറന്നുപോയി എന്നാണ്. ഒരിക്കലും മറന്നിട്ടില്ല. നമ്മൾ പറഞ്ഞത് വയനാട് ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് തന്നെ വരണം, അതിൻ്റെ ഒരു ബ്ലോക്ക് സർക്കാർ തയ്യാറാണെങ്കിൽ നമ്മൾ കെട്ടിക്കൊടുക്കുമെന്നാണ് പറഞ്ഞത്. ആ തീരുമാനത്തിൽ നിന്ന് നമ്മൾ പിന്നോട്ടില്ല. ഇനി ശബരിമലയിലേക്ക് ശരണം സന്നിധാനം. സൈക്കിൾ പ്യൂർ അഗർബത്തി ശരണം സന്നിധാനം സമർപ്പിക്കുന്നത് അഗർബത്തി എന്നാൽ സൈക്കിൾ. ശബരിമലയിൽ മണ്ഡല പൂജാ ചടങ്ങുകൾ പൂർത്തിയായി. രാത്രിയിൽ ഇന്ന് ഹരിവരാസനമ്പാടി നട അടയ്ക്കുന്നതോടെ 41 ദിവസത്തെ മണ്ഡലകാല തീർത്ഥാടനം ഇന്ന് സമാപിക്കും. ഈ മാസം 30-ാം തീയതി മകരവിളക്ക് ഉത്സവത്തിനായി ശബരിമല നട വീണ്ടും തുറക്കും. ഉച്ചയ്ക്ക് 12-നും 12:30-ക്കും ഇടയിലായിരുന്നു മണ്ഡല പൂജ. തന്ത്രിയുടെയും മേൽശാന്തിയുടെയും കാർമ്മികത്വത്തിലായിരുന്നു ചടങ്ങുകൾ. രാത്രി 10-ന് ഹരിവരാസനമ്പാടി നടയടയ്ക്കും. ഇതോടെ 41 ദിവസം നീണ്ടുനിന്ന മണ്ഡല മഹോത്സവത്തിന് പരിസമാപ്തി. ഈ മാസം 30-ന് വൈകിട്ട് 5 മണിക്ക് മകരവിളക്ക് മഹോത്സവത്തിനായി നട തുറക്കും. ജനുവരി 14-നാണ് മകരവിളക്ക് മഹോത്സവം. 24 സന്നിധാനം. ഇനി ശബരിമലയിലെ ഇന്നത്തെ ചടങ്ങുകൾ. BLM ഹൗസിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ് ശബരിമലയിലെ ചടങ്ങുകൾ സമർപ്പിക്കുന്നത് ഭാരത് ലജ്ന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ്. ഇനി നമുക്കൊരു ചെറിയ ഇടവേള പോകണം. ഇടവേള കഴിഞ്ഞു വരുമ്പോൾ ഇന്നത്തെ വാർത്താ പകൽ വന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത MDയുടെ വിയോഗം തന്നെയായിരുന്നു. മറ്റു വാർത്തകളിലേക്ക് നമ്മൾ പോകും. വാർത്താ പകൽ ഇടവേളയ്ക്ക് ശേഷം. ആദ്യം ബ്രേക്ക്. പ്രേക്ഷകർക്ക് വീണ്ടും സ്വാഗതം. പ്രൈം ടൈം അതിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. ഇന്നത്തെ വാർത്താ പകലിൽ സംഭവിച്ച വാർത്തകളുടെ ഒരു ഓട്ട പ്രദർശനം വാർത്താ പകൽ. 1934 ഭരണഘടന യാക്കോബായ സഭ അംഗീകരിച്ചാൽ യോജിപ്പിന് തയ്യാറെന്ന് ഓർത്തഡോക്സ് സഭ അധ്യക്ഷൻ. മറ്റൊരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ലെന്നും ബസലിയൂസ് മാർത്തോമ മാത്യൂസ് തൃതീയൻ കാതോലിക്ക ബാവ. സിനിമാ മേഖലയിലെ നിയന്ത്രണങ്ങൾക്ക് ഇളവ് വേണം എന്ന ആവശ്യം തെലങ്കാന സർക്കാർ തള്ളി. സബ്സിഡി പിൻവലിച്ചത് തുടരുമെന്ന് മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡി. പ്രത്യേക സിനിമാ പ്രദർശനങ്ങൾക്കുള്ള നിരോധനം നീക്കില്ല. പുഷ്പ 2 അപകടത്തിൽ വിട്ടുവീഴ്ചയില്ലെന്നും തെലങ്കാന മുഖ്യമന്ത്രി. നിലപാട് വ്യക്തമാക്കിയത് തെലുങ്ക് സിനിമയിലെ പ്രമുഖരുമായുള്ള കൂടിക്കാഴ്ചയിൽ. ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി 100-ാം വയസ്സിലേക്ക് 1 വർഷം നീണ്ടുനിൽക്കുന്ന ശതാബ്ദി ആഘോഷ പരിപാടികൾക്ക് കാൺപൂരിൽ തുടക്കം.
നവീകരിച്ച MN സ്മാരകത്തിന്റെ ഉദ്ഘാടനം നാളെ. CPI സംസ്ഥാന കൗൺസിൽ യോഗം തിരുവനന്തപുരത്ത്. ഉണ്ണി മുകുന്ദൻ ചിത്രം മാർക്കോയുടെ വ്യാജ പതിപ്പ് ഓൺലൈനിൽ. ചിത്രം പ്രചരിക്കുന്നത് ടെലിഗ്രാമിൽ. നിർമ്മാതാക്കളുടെ പരാതിയിൽ കേസെടുത്ത് പോലീസ്. വയനാട്ടിൽ പുള്ളിമാനെ വേട്ടയാടിയ 5-അംഗ സംഘത്തെ വനംവകുപ്പ് പിടികൂടി. 3 തോക്കുകളും 49 കിലോ മാനിറച്ചിയും കണ്ടെടുത്തു. ഈ വാർത്താ പകലിലൂടെ ഇന്നത്തെ പ്രൈം ടൈം അവസാനിക്കുകയാണ്. ഇനി നമ്മൾ കാണുക നാളെ രാവിലെ കൃത്യം 7 മണിക്ക് മോർണിംഗ് ഷോയിൽ. അപ്പോൾ വാർത്താ മഴയുമായി ഇനി TK റിജിത്ത് വരുന്നു. പ്രൈം ടൈം വിത്ത് SK ഇനി നാളെ രാത്രി 8:30. ഇനി വാർത്താ മഴയുടെ ഊഴം. ഓവർ ടു TK റിജിത്ത്. നിങ്ങൾക്കൊരു നല്ല രാത്രി ഞാൻ നേരുന്നു. ഗുഡ് നൈറ്റ്.